ജാറിലോട്ട് ആദ്യം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ മാറ്റി 2-3 പീസായിട്ട് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് ഇനി നാരങ്ങ. അപ്പോൾ നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് അപ്പോൾ പുതിന ഇലയാണ്. അപ്പോൾ ഇതിന് നമുക്ക് പുതിന ഇല ചേർത്ത് കൊടുക്കണം. കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിന ഇല എടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ നല്ല കട്ടിക്ക് എടുത്ത ശർക്കരയാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഉരുക്കി അരിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് വെള്ളം. അപ്പോൾ ഇത് ഇത്രയാണ് വേണ്ട. പിന്നെ നാരങ്ങയുടെ ഒരു പീസ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ അത് ചേർക്കാതെയാണ് അടിച്ചെടുത്തിരിക്കുന്നത്. നല്ലതുപോലെ മിക്സിയിലിട്ട് അടിച്ച് പതിച്ചെടുത്തതാണ്ട് ഇതുപോലെ അരിച്ചെടുക്കുക. അപ്പോൾ നല്ല മണമൊക്കെയാണ് കേട്ടോ. നല്ല ഒരു മണം. പുതിന ഇലയുടെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ നിൽപ്പുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നും തോന്നിയില്ല. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ളം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഗ്ലാസ്സിലോട്ട് പകർന്ന് നമ്മൾ ഇതിൽ കസ്കസ് ഒന്നും ചേർത്തിട്ടില്ല.